വഴക്ക് ഉണ്ടാക്കി കഴിഞ്ഞ പെട്ടെന്ന് സോറി പറയുന്ന ആരാ? ആദ്യം സോറി പറയും. ഞാൻ കത്തിച്ച് കളയും. കത്തിച്ച് കളയും. അയ്യോ എപ്പിസോഡിൽ ആവശ്യമുണ്ട് ഇത്. ഞാൻ ഇത് കീറിക്കോട്ടെ. സോറി പറയുന്നത് നീ എന്നാ? സോറി. അയ്യോ ഞാൻ പറയാറേ ഇല്ലേ സോറി. അപ്പൊ അത്ര ചുരുക്ക് വഴക്കുണ്ടാവാറുള്ളൂ. അയ്യോ എനിക്ക് ഈ എപ്പിസോഡ് ഫണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ ബ്ലൈൻഡ് ടെസ്റ്റിലേക്കാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരെയും കണ്ണു കെട്ടും, ഒരാൾക്കൊരു സംഭവം ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തരും. അത് ടച്ച് ചെയ്തിട്ട് എന്താണെന്ന് മനസ്സിലായാലും ഇല്ലേലും മറ്റേ ആൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയിപ്പിക്കുക അതെന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ കണ്ണു കെട്ടല്ലേ? ഓക്കെ, വിജയുടെ ഫ്രണ്ടിൽ ഒരു പ്ലേറ്റ് ഉണ്ട്, അതിനകത്തൊരു സംഭവം ഉണ്ട്, അത് എന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇതൊരു പലഹാരമാണ്. ഇത് കഴിച്ചില്ലേലും ആൾക്കാര് വെറുതെ പറയുമ്പോ ഇത് സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ച് നീ. അതെന്താ എനിക്ക് മനസ്സിലായില്ല. ഇതൊരു പലഹാരമാണ് നമ്മൾ കഴിക്കുന്നത്. ഇതിപ്പോ കഴിച്ചില്ലേലും ആൾക്കാരുടെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒട്ടുമുക്കാൽ പേരുടെ സംഭാഷണത്തിലും ഈ പലഹാരവുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകൾ വരാറുണ്ട്. ഈ പലഹാരമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ അത് വിട്. ഈ പലഹാരത്തിന്റെ ഒരു പേരുമായിട്ട് നമ്മുടെ പ്രശസ്ത നടൻ മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയിലെ മമ്മൂക്കയുടെ പേര് ഈ പലഹാരവുമായിട്ട് ഉള്ള നീ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പുട്ടാണോ? പുട്ടാണ്. അല്ല മറ്റേതെന്താ രണ്ടാമത് പറഞ്ഞു? ശരി, അടുത്തത്. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. ഓക്കെ, ഇതെന്താന്ന് പറഞ്ഞു ചേട്ടാ. കേരളത്തില് മിക്കവാറും ഇപ്പോ പലരും ഡിന്നറായിട്ട് കഴിക്കാറുള്ള ഒരു സാധനം പക്ഷെ നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കാറില്ല. വീറ്റ് ഇത് അല്ലല്ല, നിക്ക് ഇതൊരു സംഭവം. ഇത് കഴിക്കുന്ന സാധനമല്ല, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ വീടുകളിലും ഈ സാധനം ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഉരുട്ടി പരത്തി അങ്ങനെ ചപ്പാത്തി. ചപ്പാത്തി ഉണ്ടാക്കാൻ നമ്മൾ ഇത് ഉപയോഗിക്കും. ചപ്പാത്തി പരത്തുന്ന ചപ്പാത്തിക്കോല്. യെസ്. ഓക്കെ, വിജയന്റെ ഫ്രണ്ടിൽ ഒരു സാധനം എടുത്തോ. ഇത് കഴിച്ചാൽ നാക്ക് ചൊറിയും. അല്ലെങ്കിലും ചൊറിയും. ഇത് കഴിച്ചാൽ കൂടുതൽ ചൊറിയും. ചേനയാണോ? ഒരു സാധനം തരാം, കൈ നീട്ടിക്കാം. ജീവനില്ല? ഇല്ലല്ല, ജീവനില്ല. ഐ മീൻ കൊന്നതല്ലല്ലോ? അല്ലെന്ന്. വണ്ടി വണ്ടി. എനിക്ക് ആക്ച്വലി ആ ക്ലൂവിൽ നിന്ന് എന്താന്ന് മനസ്സിലായി, പിടിച്ചിട്ടൊന്നും മനസ്സിലായില്ല. വണ്ടി കയറി ചത്തത് അതാണോ ക്ലൂ? വണ്ടി കയറി ലോറിയൊക്കെ കയറി ചാവാ. ആണോ? അതാണോ? അതെ.